ഇറങ്ങുകയും ചെയ്യണം. ഗുഡ് മോർണിംഗ്. കണ്ടിട്ടൊരു പ്രാന്തിനെ പോലെ തോന്നുന്നുണ്ടായിരിക്കില്ല. എണീറ്റ് വന്നതേ ഉള്ളൂ. സമയം ഒരു 7:30 ആയിട്ടുണ്ടായിരിക്കും. ഇന്ന് നമുക്ക് തിരിച്ചെറണാകുളത്തിനുണ്ടാകേണ്ട. അയ്യോ, എനിക്ക് ഭയങ്കര മടിയാണ് പോകാൻ വേണ്ടിയിട്ട്. 3 ദിവസമായാലും സുഖബസ് തുടങ്ങിയിട്ട്. ശനിയാഴ്ച രാത്രി വന്നതാണ്. അപ്പം ഇന്ന് നമുക്ക് പോകണം. നല്ല മടിയാണ്, പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം പോയി എണീറ്റ് ചായയൊക്കെ കുടിച്ച് വോട്ട് ചെയ്യാൻ പോകണം. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടി. അപ്പം തന്നെ ആവും 7:30. അല്ല, 7:30 എന്ന് ഇനി പറയണത്. അപ്പം തന്നെ ആവും ഉച്ചയാകുമ്പോഴത്തേക്ക് ഇറങ്ങുകയും ചെയ്യണം. അങ്ങനെ രാവിലെ എണീറ്റ് വന്നത് വോട്ടിൻ്റെ ഓരോരോ വിശേഷങ്ങളായിട്ട് വോട്ട് എവിടെയൊക്കെ മാറ്റി വെച്ചെന്നുള്ള സംഭവങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെ പിന്നെ നേരെ പോയത് ആ പല്ലൊക്കെ തേച്ചു. അച്ഛനാണെങ്കിൽ ആ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ കുളിച്ച് കുട്ടപ്പനായി നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. 8 മണിയായിട്ട് നമ്മുടെ ചന്ദ്രമാമൻ ആകാശത്തുനിന്ന് പോയിട്ടില്ല കേട്ടോ. എന്താണോ അങ്ങനെ ഇവിടെ അച്ഛൻ എന്താ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അച്ഛൻ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ പോയിട്ട് വോട്ട് ചെയ്യാൻ ഭയങ്കര കൊതിയാന്ന് തോന്നുന്നു. അങ്ങനെ രാവിലെ റെഡിയായി നിൽക്കുന്നതാണ്. അങ്ങനെ പിന്നെ ചായയൊക്കെ എടുത്തിട്ട് തന്നെ വന്നിരുന്ന് പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. ഇനി ഈ ഒരു ഇരിപ്പ് ഇങ്ങനെ വന്നിരിക്കൽ ഭയങ്കര കുറവായിരിക്കും. അങ്ങനെ അടുക്കള ചെന്ന് നോക്കിയപ്പോൾ കാപ്പിക്ക് ഉപ്മാവാണ്. എനിക്ക് ഉപ്മാവ് വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ചേമ്പ് പുഴുങ്ങി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ചേമ്പ് കഴിഞ്ഞ് എനിക്ക് ചേമ്പ് കാച്ചിൽ അങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ചേമ്പിന് കുറച്ച് കാന്താരിക്കുള്ള നല്ലതാണ്. അങ്ങനെ പിന്നെ കാന്താരി പറിച്ചു. അമ്മയാണെങ്കിൽ ഒരു വാഴച്ചുണ്ട് പഠിക്കാനുള്ള തത്രപ്പാടാണ് കേട്ടോ. അവസാനം കത്തി ഊരി പോകുന്നല്ലാണ്ട് വാഴച്ചുണ്ട് പോകുന്നില്ല കേട്ടോ. എൻ്റെ അട്ടഹാസം കണ്ടിട്ട് ആരും പേടിക്കണ്ട. അങ്ങനെ ആ ചുണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് പിന്നെ നേരെ അടുക്കളയിലേക്ക് ഇട്ട് വേണമെങ്കിൽ നമുക്ക് കാന്താരി ചമ്മന്തി അങ്ങ് ഉണ്ടാക്കാം. അങ്ങനെ പിന്നെ കാന്താരിയൊക്കെ സെറ്റാക്കി നമ്മുടെ ചേമ്പിൻ്റെ കൂടെ ഒരു പിടുത്തം പിടിച്ചു കേട്ടോ. അമ്മേ, എന്താ സ്വർഗം. അപ്പോൾ അടുത്ത് നമ്മുടെ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെയാണ്. നമ്മുടെ വാഴച്ചുണ്ട് പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വാഴച്ചുണ്ടും പയറും കൂടെ തോരൻ വെക്കുന്ന കേട്ടോ. അതിനിടയ്ക്ക് ഞാനിങ്ങനെ പോകണമല്ലോ എന്നുള്ള സങ്കടം പറിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല സങ്കടമുണ്ട്. അതുപോലെ നല്ല മടി എന്ന് പറഞ്ഞാൽ നല്ല മടിയായിട്ട് എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പിന്നെ പെട്ടെന്ന് റെഡിയായി. കാരണം നമുക്ക് വോട്ട് ചെയ്യാൻ പോകണമല്ലോ. വോട്ട് ചെയ്യാൻ പോയിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ വേണ്ട സാമഗ്രികളൊക്കെ എടുത്ത് ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും തൊട്ടടുത്തുള്ള സ്കൂൾ തന്നെയാണ്. അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ പ്രശ്നം വെച്ചിട്ടാണെങ്കിൽ പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു 3 മണിക്കൂർ അങ്ങോട്ട് ക്യൂ നിന്ന് തോന്നുന്നു. എന്നിട്ടാണ് ഒന്ന് വോട്ട് ചെയ്ത് വരാൻ പറ്റിയത്. അത്രയ്ക്ക് തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിൽ വന്നിട്ട് തലയിലൊന്ന് ഹെന്ന ഇട്ടു. മറ്റേ തലയിൽ അപ്പടി താരനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനൊന്ന് ആശ്വാസമാവട്ടെ വിചാരിച്ചു. അപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ ഇരുന്നതാണ് നല്ലത്. പക്ഷേ അതിനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ ആ നേരം കൊണ്ട് പിന്നെ ഞാൻ എന്തായിരുന്നു കുറച്ച് ചോറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. മുടി ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള മുടിയുടെ അവസ്ഥയാണ് ഇട്ടത്. നല്ലൊരു എന്താ പറയുക, ഒരു കട്ടിയുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ മുടിയൊക്കെ സെറ്റാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറ് പൊതിയൊക്കെ കെട്ടിയിട്ട് പിന്നെ നമ്മൾ പയ്യെല്ലാം എടുത്ത് വെച്ച് നമ്മളിതാ പയ്യെ ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ തന്നെ സമയം തന്നെ 5 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലേറ്റായി കഴിഞ്ഞാൽ അങ്ങ് എത്താൻ വേണ്ടിയിട്ട് അങ്ങ് ഇരുട്ടുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ഇനി പയ്യെ ഇറങ്ങുകയാണ്. അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളായിട്ട് ഇനി അടുത്ത വീഡിയോസിൽ വീട്ടിൽ വരുമ്പോൾ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ ടാറ്റാ.